ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണ്. ഓക്കെ, റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനൈറ്റായിട്ട് തുടങ്ങുന്നുണ്ടാവും. സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തെയാണോ ബിലീവ് ചെയ്യുന്നത് ആ ഒരു ദൈവത്തെ നന്നായിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. നമുക്കൊരു ക്ലാരിറ്റി കിട്ടി എന്നുള്ള രീതിക്ക്. ബിക്കോസ് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണ്, നിങ്ങളോടുള്ള ഹിഡൻ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ചിന്തിക്കുന്നുള്ളത്. 9 ഓഫ് സോഡ്സിൻ്റെ എനർജീസ് ആണ്. റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെയധികം ഡൗൺ ആണ്, ഡിപ്രസ്ഡ് ആണ്, ആൻസൈറ്റിയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്. ടോട്ടലി ഈ ഒരു ടൈമിൽ നിങ്ങളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോ ടു നത്തിങ്നെസ്സിൻ്റെ എനർജിയിലാണ് ഈ ഒരു ടൈമിലുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ശൂന്യതയാണ്. നിങ്ങൾക്ക് എങ്ങോട്ട് നോക്കിയാലും ഒരു ഡാർക്ക്നെസ് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഈ ഒരു കണക്ഷൻ്റെ ബേസിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി തന്നിട്ടുള്ള ആ ഒരു പെയിൻ, ആ ഒരു പെയിനിൽ നിങ്ങൾക്ക് വെളി വരാൻ വേണ്ടിയിട്ട് ദൈവം ഒരാൾ മാത്രമേ നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ഡിവൈൻ എനർജിയാണോ ആ ഒരു എനർജി മാത്രമേ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുള്ളൂ എന്ന് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു പെയിൻ, നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ലവ്, ആ ഒരു കെയർ, അതിന് കിട്ടിയിട്ടുള്ള പ്രതിഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഞാൻ ഇത്രമാത്രം ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എഫോർട്ട് എടുത്തു, ഈ ഒരു വ്യക്തി ഇത്രമാത്രം ഞാൻ സ്നേഹിച്ചതിനും എൻ്റെ ലോയാലിറ്റിക്കും എനിക്ക് തന്നിട്ടുള്ള പ്രതിഫലം എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിലുള്ളത്. നിങ്ങൾ ഒത്തിരി അധികം പ്രേയേഴ്സ് ചെയ്യുന്നുണ്ടാവാം, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ട്രൈ ചെയ്യുന്നുണ്ടാവും ഈ ഒരു വ്യക്തി റിട്ടേൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ശരിക്കും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഒന്നിലും. മൊത്തത്തിൽ ഡൗൺ ആണ്. നിങ്ങൾ ആകെപ്പാടെ നോക്കുന്നുള്ളത് നിങ്ങൾ ദൈവത്തിലാണ് ശരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിലാണ് നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ്ഡ് ആയിട്ടുള്ളത് ഈ ഒരു ടൈമിൽ. എന്തായാലും ഒരു ജസ്റ്റിസ് വേണം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിലുള്ളത്. കാരണം നിങ്ങളുടെ കണക്ഷനിലുള്ള കാര്യങ്ങൾ, ഈ ഒരു കണക്ഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിനു മുമ്പ് സംഭവിച്ചതുമായിട്ടുള്ളൊരു കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. എക്സാക്ട് ഈ ഒരു ടൈമിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈമിലുള്ള ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു കണക്ഷനിലെ ആ ഒരു ഇൻറ്റിമസി ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഇല്ലായിരിക്കണം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണ്. ഫൈവ് ഓഫ് വാൻഡ്സിൻ്റെ എനർജീസ് ആണ്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർ ഒത്തിരി അധികം മെൻ്റൽ കോൺഫ്ലിക്റ്റിലാണ് ഈ ഒരു ടൈമിൽ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഇവർ ആരുമായിട്ട് ഒത്തു പോകുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ ഒരു റീസൺ ഇവരുടെ ക്യാരക്ടർ തന്നെയാണ്. കാരണം ഇവർ ആര് പറയുന്നതിന് ഒരു വാല്യൂ കൊടുക്കാത്തൊരു വ്യക്തിയായിരിക്കും. ഇവർ തന്നിഷ്ടം കാണിക്കുന്ന ഒരു എനർജീസ് ആയിരിക്കും. പെട്ടെന്ന് ഒരു സഡൻലി ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജീസ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ. ഇപ്പം എന്താ പറയുക, പെട്ടെന്ന് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കാം, കൂടുതലായിട്ട് ചിന്തിക്കാതെ. അപ്പം ഇവിടെ പല ടൈമിൽ എനിക്ക് തോന്നുന്നു ഇവരുടെ ഫാമിലിയിൽ ഒത്തിരി അധികം ഇഷ്യൂസ് ഉണ്ടെന്നാണ് എനിക്കിവിടെ തോന്നുന്നുള്ളത്. ഇയാളെ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ. കാരണം വർക്ക് പ്ലേസിലാണെങ്കിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരുമായിട്ടും ഒത്തുപോകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, ഇപ്പം ഈ ആയിരിക്കുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും ഇവർക്ക് ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഈ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് എങ്ങനെയെങ്കിലും വെളിയിൽ ചാടും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളുടെ കണക്ഷനെ കുറിച്ചിട്ടാണെങ്കിലും ഇവർക്ക് അങ്ങനെ ഉണ്ട്. എപ്പോൾ വന്നാലും നിങ്ങൾ അവൈലബിൾ ആണ്, നിങ്ങൾ ഇവരെ അക്സെപ്റ്റ് ചെയ്യും, നിങ്ങൾ ഇവരെ
എന്താ വേണ്ട എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് വരരുത് എന്നുള്ളൊരു എനർജി നിങ്ങൾ ഇവർക്ക് കൊടുക്കില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അത് മേ ബി ഇവരുടെ ഒരു ഓവർ ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രമാത്രം പലപ്പോഴും പല ചാൻസുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അത് വെച്ചിട്ടായിരിക്കും ഇവർക്ക് ഇത്രയും ഓവർ കോൺഫിഡൻസ് ഉള്ളത്. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ആണെങ്കിലും പോലും എന്താ, ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഇത്രയും ഇഷ്യൂസ് ക്രിയേറ്റ് ആവുന്ന ഈ ഒരു ടൈമിൽ പോലും ഈ ഒരു വ്യക്തി ഭയങ്കര പോസിറ്റീവാണ്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റുന്നുണ്ടാവുള്ളൂ, നിങ്ങൾക്ക് പോലും അങ്ങനെ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്കും അത് ഭയങ്കരമായിട്ടൊരു അതിശയം പോലെ ആയിരിക്കും. പലപ്പോഴും നിങ്ങളുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടിരുന്ന ടൈമിലും ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ്, ഇവരുടെ ഫേവറിൽ ലക്ക് നിൽക്കാത്ത ടൈമിൽ പോലും ഇവർ പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടാവും ഒരു കാര്യത്തെ കുറിച്ചിട്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കാമാണ്. ഓക്കെ, ഈ ഒരു ടൈമിലാണെങ്കിലും ഈ ഒരു വ്യക്തി ഈ ഒരു സിറ്റുവേഷൻസിനെ എക്സാക്റ്റ് ആയിരിക്കുന്ന ഒരു എനർജിയിൽ ഇവർ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് ചാടാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ നിന്ന് വെളിയിൽ വരാം എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിലുള്ളത്. കാരണം നമുക്കതോടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എനിക്ക് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട് ഒത്തിരി അധികം. ഓക്കെ, പക്ഷെ നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് എപ്പോഴും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുള്ളത്. ഇത് ഈ ഒരു വ്യക്തിയും ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മാത്രമൊന്നുമല്ല. പക്ഷേ ഇവരുടെ സിറ്റുവേഷൻസ് മേ ബി വളരെയധികം മോശമായിരിക്കാം. ഈ ഒരു ടൈമിൽ എന്തെങ്കിലും വേറെ സിറ്റുവേഷൻസ് ഉണ്ടാവാം, സിറ്റുവേഷൻഷിപ്പുകൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കണം ഇവിടെ ഒരു ട്രാൻസിഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു കണക്ഷനിൽ. ഈ ഒരു കണക്ഷനിൽ പാസ്റ്റിൽ എന്ത് നടന്നിട്ടുണ്ടോ അതിനെ ശരിക്കും ഈ ഒരു വ്യക്തി നോക്കി കാണുന്നുണ്ട്. അത് വച്ചിട്ടൊരു പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് റീകൺസൈൽ ചെയ്യാനായിട്ട് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ പ്രത്യേക ഒരു പ്ലാനിലായിരിക്കും ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പം ഇത്രയും ദേഷ്യപ്പെട്ടിട്ട് ഈ ഒരു വ്യക്തിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഇവരെ യൂസ് ചെയ്യത്തില്ല, ഇവരെ ലൈഫിലേക്ക് വരാൻ പാടില്ല എന്നുള്ളൊരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്ന ടൈമിലും നിങ്ങളുടെ മൈൻഡ് മാറ്റുന്ന രീതിക്കുള്ള എന്തെങ്കിലും പുതിയ പുതിയ ട്രാപ്പുകളോ അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയകളോ ഉണ്ടായിരിക്കും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, വളരെയധികം ഒരു കൂളാണ്. കൂൾ എപ്പോഴും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വളരെ സ്മാർട്ടാണ്. മജീഷ്യൻ്റെ എനർജീസാണ്. മാജിക്ക് കാണിക്കാം ഏത് ടൈമിൽ വേണമെങ്കിലും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ചിലർക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട്. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ നെഗറ്റീവായിട്ടിരിക്കുന്ന വ്യക്തികളുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യാൻ, അതായത് സ്വാധീനിക്കാനായിട്ടുള്ള കഴിവുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. എന്നിട്ട് അവർക്ക് മൈൻഡ് മാറ്റാൻ പറ്റും നമ്മുടെ. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും എന്താ പറയുക, ഈ ഒരു ടൈമിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കര ആക്റ്റീവാണ്, അല്ലെങ്കിൽ ഭയങ്കര ഓവർ കോൺഫിഡൻസിലൂടെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു ടൈമിലുള്ളത്. നിങ്ങളുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും, എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി റിട്ടേൺ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുള്ളത്. കാരണം ഇവർക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷനിൽ സെപ്പറേഷനിലായതിന് ശേഷം. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ടൊന്നും ഇവർ പറയുന്നുണ്ടാവില്ല. ഇവരുടെ ഫാമിലിയിലെ പ്രശ്നങ്ങളും ഇവരുടെ പേഴ്സണൽ ലൈഫിലെ ഇഷ്യൂസും ഇവരുടെ ജോബ് ചെയ്യുന്നിടത്തെ ഇഷ്യൂസും ഇതൊന്നും നിങ്ങളുടെ അടുത്തേക്ക് ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങളോടുള്ള ഇമോഷൻസ് പോലും ഇവൻ ഹൈഡ് ചെയ്തിട്ടായിരിക്കും ഒരു വ്യക്തി വെച്ചിട്ടുണ്ടാവുക. സണ്ണിൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. എഗെയിൻ ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജീസ് ആണ്. ഹെർമിറ്റിൻ്റെ എനർജി എപ്പോഴും ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്ന ഒരു എനർജീസാണ്, സ്ലോ ആക്ഷനെ കാണിക്കുന്ന എനർജീസാണ്. ഇവർ കുറച്ച് ലേറ്റ് ആകും, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ലേറ്റ് ആവുമെങ്കിലും വളരെ വെൽ പ്ലാൻഡ് ആയിട്ടായിരിക്കും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുള്ളത്. നിങ്ങളെ എങ്ങനെയെങ്കിലും ഇവരുടെ ട്രാപ്പിലാക്കുക, അല്ല നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി എഗെയിൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയിലായിരിക്കും വരുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ഇവിടെ റീഡിങ് കാണുന്ന വ്യൂവേഴ്സും നിങ്ങൾ ഈ ഒരു വ്യക്തി സ്നേഹത്തോടെ വരിക, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ട്രിക്കിൽ വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം ഭയങ്കര എന്താ നമ്മൾ പറയില്ലേ, ഫിയർലെസ് ഫൈറ്ററാണെന്ന് പറയില്ലേ. അപ്പം എത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും, എത്രയൊക്കെ ഇൻസൾട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇയാൾക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ എത്തുന്നുണ്ടാവും എന്ത് കാര്യം ചെയ്തിട്ടാണെങ്കിലും. അപ്പം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണം എന്ന്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റീകൺസൈൽ ചെയ്യണം എന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധേനയും എന്ത് ഐഡിയകൾ ഉപയോഗിച്ചിട്ടാണല്ലോ നിങ്ങളുമായിട്ട് കണക്റ്റ് ആകുന്നുണ്ടാവും. ഓക്കെ, ഇവർ നിങ്ങൾ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട് കേട്ടോ.
നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഇവരെ ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹം അത്രമാത്രം ഇവരുടെ മനസ്സിലുണ്ട്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മെമ്മറീസ്, ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പം ഇവർക്ക് അങ്ങനെ നിങ്ങളെ ഇട്ടിട്ട് പോകാനായിട്ട്, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വേണ്ടെന്ന് വെക്കാനായിട്ട് ഇവർക്ക് പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഓർക്കുമ്പം ഈ ഒരു വ്യക്തിക്ക് എത്രയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ആ സിറ്റുവേഷൻസിൻ്റെ അത്രയും വലുതൊന്നുമല്ല, അതായത് നിങ്ങളുടെ അത്രയും വലുതൊന്നുമല്ല ആ ഒരു സിറ്റുവേഷൻസ് എന്നുള്ള ഒരു എനർജി. ഇപ്പോൾ മാരിഡ് ആണെങ്കിലും അല്ലെങ്കിലും എല്ലാം ഈ ഒരു വ്യക്തിയുടെ എനർജീസ് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. അതൊരു സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ടുള്ള ന്യൂ ബിഗിനിങ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കൊക്കെ ഈ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ഈ ഒരു കണക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു എനർജി നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവർ ഇപ്പോഴും ഈ ഒരു കണക്ഷനിൽ തന്നെ സ്റ്റക്കാണ്. ഇവർ മൂവ് ചെയ്ത് പോയിട്ടില്ല എന്നുള്ളതാണ്, ഇവർക്കതിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. എനിക്കൊന്ന് റീസെൻ്റ് ആയിട്ട് ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. വളരെ ഡൗൺ ആണ് ഇവർ. വളരെയധികം ഡൗൺ ആണ്, ഡിപ്രസ്ഡ് ആണ്. അതേസമയം നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചുറ്റും സിറ്റുവേഷൻഷിപ്സും ഉണ്ടെങ്കിലും ഇവർ സ്റ്റിൽ ഇവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിലുണ്ട്, പക്ഷെ എന്നാലും ഇവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം റീസെൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഡീപ്പ് ആൻഡ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഡീപ്പായിട്ട് ഇവർ നിങ്ങളെ ലവും ചെയ്യുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ചൊക്കെ സ്റ്റബേണാണ്. ഞാൻ പിടിക്കുന്ന പോലെ രണ്ട് ചെവി എന്നുള്ള രീതിക്ക് കുറച്ച് സ്റ്റബേണാണ് ഇവർ പിടിച്ചിരിക്കുന്ന രീതിക്ക്. അതായത് ഇവർ പിടിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കണം എന്നുള്ള ഒരു എനർജീസും ഉണ്ട്. എന്നാൽ പോലും ഹി ലവ്സ് യു അല്ലെങ്കിൽ ഷീ ലവ്സ് യു. ഓക്കെ, ഇവരുടെ ആ ഒരു പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി ഒത്തിരിയധികം പിടിവാശിയിലാണുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഇവരുടെ ആ ഒരു പിടിവാശിക്ക് പിന്നിലും സ്നേഹം തന്നെയാണ്. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ഫോം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. നിങ്ങൾ കൂടുതൽ ഇമോഷണൽ ആയിരിക്കും. അവർ ശരിക്കും മസ്കുലൻ എനർജി ആയിരിക്കാം, സ്ട്രോങ് ആയിട്ട്. അപ്പം അവർക്കുള്ള ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിനെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. പക്ഷേ നിങ്ങൾ വറീഡ് ഒന്നും ആണ്ട്, ഇവിടെ റീകൺസിലേഷൻ പോസിബിൾ ആകും. ഈ കണക്ഷൻ എൻഡായിട്ടൊന്നുമില്ല. ഇപ്പം ബ്രേക്കപ്പ് പറഞ്ഞ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് കിട്ടുന്നുണ്ടാവും, തിരിച്ചു വരുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റെബിലിറ്റി എനിക്കിത് പെട്ടെന്ന് കാണുന്നില്ലെങ്കിലും ഇവിടെ ഒരു സണ്ണിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താണോ ഈ ഒരു കണക്ഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് കേട്ടോ. അതോർത്തിട്ട് നിങ്ങൾ വറീഡ് ആവണ്ട. എഗെയിൻ നമ്മൾ നോക്കുവാണെങ്കിലും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇപ്പം ഈ ആയിരിക്കുന്ന ഇപ്പം ഫാമിലിയിലൊക്കെ ഇഷ്യൂസൊക്കെ ആണെന്ന് പറഞ്ഞാലും അതിനെ പറ്റിയിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരു ഐഡിയ ഉണ്ട്. റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായത് ഒരു സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു തൻ്റെയുടെ ഇല്ല, പേടിച്ച് തൂറിയാണ് എന്നുള്ളൊരു എനർജി കൊണ്ടായിരിക്കണം മേ ബി ഇവിടെ ഒരു നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്കിവിടെ തോന്നുന്നത്. കാരണം ഒന്നുമല്ലേലും കിങ് ഓഫ് ഹാൻഡ്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ഒരാണല്ലേ, അപ്പം നമ്മൾ ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു എനർജിയിലായിരിക്കണം മേ ബി ഈ ഒരു കണക്ഷൻ എൻ്റെ ആയിട്ടുള്ളത്. ഇപ്പോൾ ഓപ്പോസിറ്റ് ജെൻഡർ ആണെങ്കിലും ശരി, ഇവിടെ ഈ ഒരു കണക്ഷന് നിങ്ങളുടെ മാത്രം എഫോർട്ടേ ഉണ്ടാവുകയുള്ളൂ, അവരുടെ എഫോർട്ട് ഉണ്ടാവുകയല്ല. അപ്പം ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാകുമ്പോഴാണല്ലോ കണക്ഷൻ എപ്പോഴും നന്നായി പോകുന്നുള്ളത്. അപ്പം ഇവിടെ ഇതില്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു കണക്ഷൻ മുന്നോട്ട് പോകുന്നതിലും അതിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിലും മീനിങ് ഇല്ല എന്നുള്ളൊരു എനർജിയിലായിരിക്കാം നിങ്ങളുള്ളത് റീസെൻ്റ് ആയിട്ടും. അപ്പോൾ പ്രസൻറ്റ് എനർജീസ് ഇതാണ് നിങ്ങളുടെ. എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ വെൽ നോയിങ് പേഴ്സൺ ആണ്. അതിപ്പം സൊസൈറ്റിയിലായിക്കോട്ടെ ഇവരുടെ ഫാമിലി വൈസ് ആയിക്കോട്ടെ എല്ലാവരും അറിയുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പം ഇതിനെ ഈ ഒരു വ്യക്തിക്ക് കളഞ്ഞു കുളിക്കാൻ പറ്റുകയില്ല. ഇവരുടെ ഫാമിലിയും അത്രയും പ്രയോറിറ്റിയിലാണ് ഇവർ വച്ചിട്ടുള്ളത്, നിങ്ങളും ആണ്. പക്ഷേ എന്നാലും ഇവർ കൂടുതലായിട്ടും എംപററാണ്, ഹൈറോഫൻ്റ് ആണ്. അപ്പം പ്രയോറിറ്റി എപ്പോഴും ഫാമിലിക്കും, നെയിമിനും ഫെയിമിനും ഇമേജിനൊരു കോട്ടവും തട്ടാൻ പാടില്ല എന്നുള്ളൊരു എനർജിയിലായിരിക്കും ഒരു വ്യക്തി ഉള്ളത്. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഇവർ ഇമോഷണലി നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ടും അറ്റാച്ച്ഡ് ആണ്, കണക്റ്റഡ് ആണ്. നമുക്കത് കാണാൻ പറ്റും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണ്?
കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ കണക്ഷനിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല, അല്ലെ മാം എനിക്ക് നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ വളരെ പെട്ടെന്ന് തന്നെ എൻഡ് ആവും. ഇവിടെ റീകൺസിലേഷൻ പോസിബിൾ ആവും. കാരണം ഇവിടെ സണ്ണിന്റെ എനർജീസ് വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തരുതെന്നുള്ള ഒരു എനർജിക്ക് ഇവർക്കൊരു സ്ട്രെങ്ത് പെട്ടെന്ന് വന്നിട്ട് ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. ഓക്കെ, സോ അത് മാത്രമല്ല ഇവിടെ ഒരു ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട്, എ ഇയർ ഫ്രം നൗ. ഈ ഒരു മന്ത് മുതൽ ഒരു 1 ഇയറിന്റെ ആ ഒരു ടൈം വരെ. ഓക്കെ, ആ ഒരു ടൈം, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. മേ ബി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണക്റ്റഡ് ആയിരിക്കാം, സ്പെസിഫിക് മെസ്സേജസ് ആയിരിക്കാം. അപ്പം ഈ ഒരു മന്ത് മുതൽ ഒരു 1 ഇയർ വരെയുള്ള ആ ഒരു ടൈം, അതായത് ഇതിപ്പം ഏപ്രിലാണോ, ഏപ്രിൽ മന്ത് സ്റ്റാർട്ടിങ് ടു ഈ ഒരു ഡേറ്റ് ടു നെക്സ്റ്റ് ഇയറിലെ ആ ഒരു ഡേറ്റ് വരെ 1 ഇയർ ആവുന്ന അത്രയും ടൈം നിങ്ങളുടെ ലൈഫിൽ മെയിനായിട്ടും അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും എന്നാണ് ഏഞ്ചൽസ് പറയുന്നുള്ളത്. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും ഇവിടെ നിങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തോന്നുന്നതല്ല, നിങ്ങൾ ഇവിടെ കോംപ്രമൈസിന് തയ്യാറാവും. നിങ്ങൾ റീഡിംഗ് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ട് ഇനി ഒരു കോംപ്രമൈസിന് ഞാൻ റെഡി അല്ല, ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് അല്ല, നിങ്ങൾ കോംപ്രമൈസിന് മസ്റ്റ് ആയിട്ടും റെഡി ആവുന്നുണ്ടാവും. ഈ ഒരു വ്യക്തിയായിട്ട് എഗെയിൻ നിങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ടാവും. ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എനർജിയിലേക്ക് വരുന്നുണ്ടാവും. അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എനർജീസ് ആണ്. സോ നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണ്? ഓക്കെ, ഡോണ്ട് ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ. നിങ്ങൾ ഈ ഒരു വ്യക്തി റിട്ടേൺ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു പ്രൈഡ് വരാൻ പാടില്ല. നിങ്ങളുടെ വേയിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു അഹങ്കാരം നിങ്ങൾക്ക് വരാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ വരുമ്പോൾ ഇത് പോകുവോ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ വരാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു കണക്ഷൻ എന്താവും, അല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്ക് എന്താ എന്നുള്ളൊരു ഫിയർ ഉണ്ടാവുമല്ലോ. ആ ഫിയറും നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നുള്ളത് ഇവിടെ. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ ഒരു അഹങ്കാരവും പാടില്ല. അത് വന്നതിന് ശേഷം ഈ ഒരു വ്യക്തി പോകുമോ എന്നുള്ളൊരു എനർജിയിൽ ഇരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ വല്ല പേടിയുണ്ട്. ഇപ്പൊ ഈ ഒരു കണക്ഷനിൽ സെപ്പറേഷനിലാണല്ലോ, ഈ ഒരു വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഫിയർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ ഒരു വ്യക്തി എങ്ങും പോകാൻ പോകുന്നില്ല. ഓക്കെ, റിട്ടേൺ ഉറപ്പായിട്ടും വരുന്നുണ്ടാവും. കാരണം ഇവർ നിങ്ങളെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്. ഇവർക്ക് ജീവിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ. ഇവർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹാൻഡ് ആവശ്യമാണ് ഈ ഒരു വ്യക്തിക്ക്. ഓക്കെ, അപ്പം ആ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരാൾ ഒരിക്കലും നിങ്ങൾ ഇട്ടേച്ച് പോവുകയല്ല. പക്ഷെ അങ്ങനെ ഒരു ഫിയർ ഉണ്ടെങ്കിൽ അത് നെഗറ്റിവിറ്റി ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി തൽക്കാലത്തേക്ക് ഇപ്പോൾ ലെറ്റ് ഗോ ചെയ്യുക ആ ഒരു എനർജിയെ. ഓക്കെ, ഇപ്പം തിരിച്ച് റിട്ടേൺ വരുന്ന ടൈമിൽ ഇവർ നിങ്ങളുടെ ഫേവറിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒത്തിരി ഇതാവാൻ പാടില്ല. എൻ്റെ ഫേവറിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇനിയിപ്പം ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ മുന്നോട്ട് ഇനി അങ്ങ് പോകും എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ കൂടുതലായിട്ടും ഭരിക്കാനായിട്ടോ ഡോമിനേറ്റ് ചെയ്യാനായിട്ടോ ശ്രമിക്കാൻ പാടില്ല. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. യു ആൻഡ് യുവർ ലവ്ഡ് വൺ ആർ സേഫ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇത് ഞാൻ കാർഡ് കാണാതെ പറഞ്ഞിട്ടുള്ളത്, അവർ സേഫാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്തിട്ട് വറിയിടാവേണ്ട. അവർ പോവോ എന്നുള്ളൊരു ഫിയറിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇവർ നിങ്ങളോടുള്ള ഫീലിങ്സും ഇമോഷൻസും നിങ്ങൾക്ക് എടുക്കാനുള്ള എഫേർട്ടുകളും കാര്യങ്ങളും എല്ലാം ഇവർ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ അതെല്ലാം നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവും, നിങ്ങളോട്ട് കണക്റ്റഡ് ആവുന്നുണ്ടാവും. എഗെയിൻ എനിക്ക് ആ ഒരു എനർജീസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംസാരിച്ചെല്ലാം സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ടാവും, കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അതുപോലെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.